മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, താൻ ചത്ത് മീൻ പിടിക്കരുത്. അവസാനം മീൻ കഴിക്കാൻ ആളുണ്ടാവില്ല, മീൻ കഴിക്കാനും ആളുണ്ടാവില്ല, മീൻ വിൽക്കാനും ആളുണ്ടാവില്ല. അതുകൊണ്ട് മീൻ പിടിക്കണം, പക്ഷേ ആയുസ് ബാക്കിയിട്ടിട്ട് മീൻ പിടിക്കണം. മര്യാദയായി നടപ്പാനും നിങ്ങൾ വർദ്ധിച്ചു വരണം, മര്യാദയായി നടക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവിതം ജീവിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ? അല്ല. നമ്മൾ സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മൾ സുഖമായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മൾ ഉയർത്തപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. 91-ാം സങ്കീർത്തനത്തിലുള്ള വാഗ്ദത്തം നോക്കുക, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിയിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഉയരണം എന്നുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അബ്രഹാമിനോട് പറയണം, അനുഗ്രഹിക്കും, അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സന്തോഷം വേണം, സമാധാനം വേണം, സൗഖ്യം വേണം, ഇതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇത് ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ കഴിയും. കരഞ്ഞിരിക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ചിലർ സഭയിൽ പോയാൽ ഉടനെ കരഞ്ഞിരിക്കും, ആരാധിപ്പാൻ അറിയില്ല. ചില സഭകൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സഭയിൽ വായി തുറക്കാതെ മൗനമായി മിണ്ടാതെ പോയിരുന്ന് ദുഃഖിച്ച് വാടി കരഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് ചിലരുടെ സിസ്റ്റം, രീതികൾ അങ്ങനെയാണ്. എന്നാൽ സഭയിൽ അങ്ങനെയല്ല ഇരിക്കേണ്ടത്. സഭയിൽ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കണം. അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കണം. സ്തുതിക്കാനുള്ള സ്ഥലമാണ് സഭ, പ്രാർത്ഥിപ്പാനുള്ള സ്ഥലമാണ് സഭ.